ഇനി എന്നെ ഇങ്ങനെ ചെയ്യരുത് അച്ഛാ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്. എൻ്റെ അനുഭവം എന്ന തലക്കെട്ടോടെ 4ാം ക്ലാസ്സുകാരി അവളുടെ നോട്ട്ബുക്കിൽ കുറിച്ച വരികളാണിത്. ആലപ്പുഴ നൂർനാട് സ്വദേശി അൻസാറും 2ാം ഭാര്യ ഷെഫീനയും ചേർന്ന് 9 വയസ്സുകാരിയോട് കാട്ടിയ ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞാൽ മനസാക്ഷിയുള്ളവരുടെ ഉള്ളു പൊള്ളും. കൊല്ലം തെക്കും ഭാഗത്ത് 8 വയസ്സുകാരനെ രണ്ടാനച്ഛൻ തേപ്പ് പെട്ടിക്കൊണ്ട് പൊള്ളിച്ചത് കുസൃതി കാട്ടിയതിനാണ്. ഗുരുതരമായി പൊള്ളലേറ്റിട്ടും കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അയാൾ തയ്യാറായില്ല. ഇതോടൊപ്പം കൊച്ചിയിൽ 14കാരനെ ലഹരിക്കടിമയാക്കിയ അമ്മൂമ്മയുടെ കാമുകനെക്കുറിച്ചും കേട്ടു. എന്താണ് നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ആരാണ് കുട്ടികൾക്ക് സംരക്ഷണം നൽകേണ്ടത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. എൻ്റെ അച്ഛന് കഠിനമായ ശിക്ഷയൊന്നും കൊടുക്കല്ലേ, ഒരു വാണിംഗ് മതി. ആലപ്പുഴ നൂറനാട്ടെ 4ാം ക്ലാസ്സുകാരിയുടെ ഈ വാക്കുകളിലുണ്ട് അച്ഛൻ അവൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന്. കുട്ടിക്കാലത്ത് അമ്മയെ നഷ്ടപ്പെട്ട ആ പെൺകുട്ടിയെ അച്ഛൻ അൻസാർ പൊന്നുപോലെ നോക്കിയതാണ്, അവളെ ഏറെ സ്നേഹിച്ചതാണ്. എന്നാൽ അൻസാറിൻ്റെ 2ാം വിവാഹത്തോടെ മകളുടെ ദുരിതകാലം തുടങ്ങി. കുട്ടിയുടെ മുഖത്ത് അടിയേറ്റ പാട് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ തിരക്കിയപ്പോഴാണ് വീട്ടിലെ നരക ജീവിതത്തെക്കുറിച്ച് ആ കുരുന്ന് വെളിപ്പെടുത്തിയത്. സംഭവം പറഞ്ഞ് ശിശുക്ഷേമ സമിതി എത്തിയപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാം വിശദീകരിച്ചു. എന്നാൽ അച്ഛന് ശിക്ഷയൊന്നും കൊടുക്കരുതെന്നായിരുന്നു ആ പെൺകുട്ടിയുടെ അപേക്ഷ. പോലീസ് കേസെടുത്തതോടെ അൻസാറും 2ാം ഭാര്യ ഷെഫീനയും ഒളിവിലാണ്. ചുമന്നു തിണർത്ത പാടുകളും നീരിവച്ച മുഖവുമായി ക്ലാസ് മുറിയിലേക്ക് കയറി വന്ന 4 വയസ്സുകാരി എല്ലാവരുടെയും നൊമ്പരമായി മാറുകയാണ്. അധ്യാപികയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കണ്ണീരോടെ അവൾ രണ്ടാനമ്മയുടെയും അച്ഛന്റെയും ക്രൂരപീഡനം തുറന്നു പറഞ്ഞു. ഞാൻ കഥ തുറന്നപ്പോൾ എന്നെ മുടിക്ക് ഒത്തി പിടിച്ചോണ്ട് പോയി. പിന്നെ വാപ്പെടുത്ത് കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ ചെള്ള എൻ്റെ 2 അടി തന്നു, ഈ ചെള്ള 1 അടിയും തന്നു, 3 അടി അടിച്ച. കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കിയ അധ്യാപകർ ചൈൽഡ് ലൈനെ ഉൾപ്പെടെ വിവരമറിയിക്കുകയായിരുന്നു. രാവിലെ സ്കൂളിൽ വന്നപ്പോൾ മുഖം എല്ലാം കൂടെ നീര് പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ക്ലാസ് ടീച്ചർ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇതുപോലെ മാതാപിതാക്കൾ ഉപദ്രവിച്ചാണെന്ന്. ഉടനെ തന്നെ നമ്മളതിന്റെ ബന്ധപ്പെട്ട അധികാരികളെ കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. തനിക്ക് അമ്മയില്ലെന്നും രണ്ടാനമ്മയാണുള്ളതെന്നും ഉമ്മയും വാപ്പിയും ചേർന്ന് തന്നെ ഉപദ്രവിക്കുകയാണെന്നും കുട്ടി പുസ്തകത്തിലെഴുതിയ കത്തിൽ വ്യക്തമാക്കുന്നു. നോട്ട്ബുക്കിൽ അനുഭവമെന്ന തലക്കെട്ടോടെയാണ് എല്ലാം എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും രണ്ടാനമ്മ മുടിക്കുത്തിൽ വലിച്ചിഴച്ച് 2 കവിളുകളിലും മാറി മാറി അടിച്ചു. പുസ്തകത്തിലെഴുതിയ കാര്യങ്ങൾ ശരിവെക്കുന്നതായിരുന്നു മുഖത്തും ശരീരത്തിലും കണ്ട ക്ഷതങ്ങൾ. ശാരീരിക മാനസിക പീഡനം കുഞ്ഞിനോട് തുടങ്ങിയിട്ട് കാലങ്ങളായി. ഭക്ഷണം കൊണ്ടുപോയ പാത്രം സ്കൂളിൽ മറന്നുവെച്ചതിന് കരണത്തടിച്ചു. കളിക്കുന്നതിനിടെ അനുജനുമായി വഴക്കുണ്ടാക്കിയതിനും തല്ലി. ബാത്റൂമിൽ പോകാൻ പോലും അനുവദിക്കില്ല. അനുഭവക്കുറിപ്പിൽ അവൾ ഇങ്ങനെ ഓരോന്നും എഴുതി വെച്ചിരിക്കുന്നു. ഒടുവിൽ ഇങ്ങനെ പറയുന്നു: മരിച്ചുപോയ എന്റെ അമ്മയെ ഒരുപാട് ചീത്ത വിളിക്കും. നൂർനാട് പോലീസ് വിദ്യാർത്ഥിനിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കേസും രജിസ്റ്റർ ചെയ്തു. പിന്നാലെയാണ് ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ആലപ്പുഴ CWC ഓഫീസിലെത്തിയ പിതാവിന്റെ ഉമ്മയ്ക്ക് കുട്ടിയെ വളർത്താനുള്ള താൽക്കാലിക ചുമതല കൈമാറി. കുഞ്ഞിന്റെ ആവശ്യപ്രകാരമായിരുന്നു തീരുമാനം. കുഞ്ഞ് ജനിച്ച 7ാം ദിവസം അമ്മ മരിച്ചതാണ്. അന്ന് തൊട്ട് അച്ഛന്റെ അമ്മയാണ് കുട്ടിയെ വളർത്തുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. കുട്ടികളാണെങ്കിൽ അല്പം കുസൃതി ഒക്കെ കാണിക്കും. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം കളിച്ചും ചിരിച്ചും കുസൃതി കാട്ടിയുമൊക്കെ മക്കൾ വളരേണ്ടതാണ്. എന്നാൽ കൊല്ലം തെക്കും ഭാഗത്തെ 8 വയസ്സുകാരനൊപ്പം കളിക്കാൻ അവൻ്റെ അച്ഛനില്ല.
കുട്ടിക്കാലത്ത് അച്ഛനെ നഷ്ടപ്പെട്ട ആ കുരുന്നിനെ തനിച്ചാക്കി അമ്മ ജോലി തേടി വിദേശത്തും പോയി. രണ്ടാനച്ഛൻ്റെ സംരക്ഷണയിലാണ് അവൻ വളർന്നത്. എന്നാൽ അയാൾ ആ കുട്ടിക്ക് സംരക്ഷണമല്ല കൊടുത്തത്. നിസ്സാര കാര്യത്തിന് പോലും ക്രൂരമായി മർദ്ദിക്കും. കഴിഞ്ഞ ദിവസം ചെറിയ കുസൃതി കാട്ടിയതിന് തേപ്പ് പെട്ടികൊണ്ട് പൊള്ളിച്ചു. സാരമായി പൊള്ളലേറ്റിട്ടും 2 ദിവസത്തോളം കുഞ്ഞിനെ അയാൾ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. ചൈൽഡ് ലൈൻ പ്രവർത്തകർ അറിയിച്ചതിനെ തുടർന്ന് രണ്ടാനച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാം ക്ലാസ്സുകാരനോടായിരുന്നു രണ്ടാനച്ഛൻ്റെ ക്രൂരത. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ മുത്തശ്ശിയുമായി കുട്ടി വികൃതി പിടിക്കുന്നതിനിടെ പ്രകോപിതനായ രണ്ടാനച്ഛൻ തേപ്പുപെട്ടിയെടുത്ത് കുഞ്ഞിനെ പൊള്ളിക്കുകയായിരുന്നു. രണ്ടാനച്ഛൻ്റെ ഈ ക്രൂരതയിൽ കുട്ടിയുടെ ഇടതുകാലിലെ മുട്ടിന് താഴ്ഭാഗത്തായി ഗുരുതരമായി പൊള്ളലേറ്റു. 2 ദിവസം സ്കൂളിൽ പോകാതെ ഇരുന്ന കുട്ടിയെ ഇയാൾ ചികിത്സിക്കാൻ പോലും തയ്യാറായില്ല എന്നും പോലീസ് പറയുന്നു. വീടിന് സമീപത്തെ അങ്കണവാടി പ്രവർത്തകരാണ് ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും രണ്ടാനച്ഛനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. 3 കുട്ടികളുടെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു അതിന് വേണ്ടുന്ന തരത്തിലുള്ള തുടർ നടപടികൾ അത് ഐസിഡിസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് തന്നെ അംഗൻവാടി വഴിയായിട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. കുട്ടിക്ക് തുടർ സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ CWC അത് ചെയ്യും, ഏറ്റെടുത്ത് ചെയ്യും. ആ രീതിയിലാണ് കുട്ടിക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. മാനസികമായ കാര്യങ്ങൾ മറ്റു പ്രശ്ന വലിയ കുട്ടികളൊന്നും കുട്ടി പറയുന്നില്ലെങ്കിൽ തന്നെ നമ്മൾ അതിനുള്ള തുടർ കൗൺസിലിംഗ് കൊടുക്കും. കുട്ടിയുടെ കാര്യത്തിൽ നേരത്തെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കും. ഇത്തരം കാര്യം അപ്പോൾ അത് കൂടുതൽ കൗൺസിലിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുട്ടി വികൃതി കാട്ടിയതുകൊണ്ടാണ് പൊള്ളിച്ചതെന്ന് യാതൊരു ദയവുമില്ലാതെയാണ് രണ്ടാനച്ഛൻ പോലീസിനോട് പറഞ്ഞത്. കുട്ടിയുടെ അമ്മ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. മുൻപും ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന 8 വയസ്സുകാരൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കുട്ടിയുടെ സുരക്ഷ കണക്കിലെടുത്ത CWC കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ആത്മീയതയെ മറയാക്കി ജീവിക്കുന്ന പല തട്ടിപ്പുകളും ക്രിമിനൽ പ്രവർത്തനവും നടത്തുന്ന ബിരുദന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ പല സ്ത്രീകളെയും വരുതിയിലാക്കിയത് ഇങ്ങനെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാന കേസിൽ ചോദ്യം ചെയ്തപ്പോഴാണ് അന്വേഷണ സംഘത്തിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. 6 വർഷം വീതമുള്ള കൃത്യമായ ഇടവേളകളിൽ ഇരകളെ കണ്ടെത്തും. പിന്നീട് അവരുമായി സൗഹൃദം സ്ഥാപിച്ച് സ്വത്ത് തട്ടും. അയാളുടെ സൗഹൃദക്കെണിയിൽ വീണ ബിന്ദു പത്മനാഭനും ജൈനമ്മയ്ക്കും ഐഷയ്ക്കും എന്താണ് സംഭവിച്ചതെന്നറിയണം. ഓരോ ചോദ്യങ്ങളും വേഗത്തിൽ മനസ്സിലാക്കി അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും കുഴപ്പിക്കുന്നു. 2012 ശേഷം ബാങ്ക് ഇടപാടുകൾ ഒഴിവാക്കി ബിഗ് ഷോപ്പറിലാണ് സെബാസ്റ്റ്യൻ പണം കൊണ്ടുപോയിരുന്നത്. 2002 മുതലുള്ള സെബാസ്റ്റ്യൻ്റെ ദുരൂഹ ജീവിതത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. രണ്ടായിരത്തി മുതലുള്ള സെബാസ്റ്റ്യനെ കുറിച്ചാണ് അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചത്. അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 2012 ശേഷം സെബാസ്റ്റ്യൻ ബാങ്ക് വഴിയുള്ള പണം ഇടപാടുകൾ അവസാനിപ്പിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായി. സെബാസ്റ്റ്യൻ പണം കൊണ്ടു നടന്നിരുന്നത് ബിഗ് ഷോപ്പറിൽ. സെബാസ്റ്റ്യന് ബ്ലേഡ് ഇടപാടുകളും ഉണ്ടായിരുന്നതായി കണ്ടെത്തി. ദുരൂഹമായ കേസുകൾ ഉണ്ടായത് കൃത്യമായ ഇടവേളകളിലാണെന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നു. ഓരോ കേസും തമ്മിൽ 6 വർഷത്തെ കൃത്യമായ ഇടവേള. ഓരോ കുറ്റകൃത്യത്തിൻ്റെയും തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇടവേള എന്ന സൂചനയുണ്ട്. ഓരോ കേസ് തമ്മിലും പരസ്പര ബന്ധം ഉണ്ടെന്നും കണ്ടെത്തി. സെബാസ്റ്റ്യൻ അതിബുദ്ധിമാനായ ക്രിമിനൽ എന്ന അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. ആളുകളെ നിമിഷനേരം കൊണ്ട് പഠിക്കാൻ സമർത്ഥനാണ് പ്രതി. അന്വേഷണ ഉദ്യോഗസ്ഥരെ വരെ കൃത്യമായി പഠിച്ച ശേഷം ചോദ്യങ്ങളിൽ നിന്ന് വഴുതി മാറുന്നതാണ് രീതി.
ആകർഷണീയമായ സംസാര രീതി കൊണ്ട് തന്നെ വളരെ വേഗം ആളുകളുടെ വിശ്വാസ്യത നേടുമെന്നും പോലീസ് സംഘത്തിന് ബോധ്യമായിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ഇമോഷണൽ ആകുന്നത് മകനെ ഓർത്ത് മാത്രമാണെന്ന ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. കാണാതായ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതാണ് സെബാസ്റ്റ്യന് വിനയായത്. ജൈനമ്മയെ കാണാതായ ശേഷം ഫോണിൽ നിന്നുണ്ടായ മിസ്ഡ് കോളുകൾ നിർണായക വഴിത്തിരിവായി. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഈരാറ്റുപേട്ടയിലെ കടയിൽ നിന്ന് ഫോൺ ചാർജ് ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചത്. കേസിൽ നിർണായകമാകുന്ന DNA പരിശോധനാ ഫലം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് 18 കോട്ടയം. കൊലപാതക പരമ്പരകളുടെ ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്ന കർണാടക ധർമ്മസ്ഥലയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ പോലും അതീവ രഹസ്യമായിട്ടാണ്. എണ്ണിയാലൊടുങ്ങാത്ത അസ്ഥികൂടങ്ങളും അസ്ഥികഷ്ണങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സൂചന. അതിനിടെ ധർമ്മസ്ഥലയിൽ SITയുടെ അപ്രതീക്ഷിത നീക്കമുണ്ടായി. കല്ലേരി പെട്രോൾ പമ്പിന് സമീപം ബോളൂർ വനമേഖലയിലെ പരിശോധന നിർണായകമാണ്. മാർക്ക് ചെയ്ത പോയിന്റ് 13-ൽ തെരച്ചിൽ നടത്താതെയാണ് അന്വേഷണ സംഘം സാക്ഷി ചൂണ്ടിക്കാട്ടിയ പുതിയ സ്ഥലത്തേക്ക് എത്തിയത്. ധർമ്മസ്ഥലയിൽ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയ ഇടത്തിലെ തെരച്ചിൽ. മാർക്ക് ചെയ്ത അവസാന പോയിന്റായ 13-ൽ ഇനിയും പരിശോധന നടന്നില്ല. പകരം സാക്ഷി ചൂണ്ടിക്കാട്ടിയ പുതിയ ഇടത്തിലായിരുന്നു SITയുടെ പരിശോധന. 4 മണിക്കൂറോളം നീണ്ട പരിശോധനയിൽ എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചുവോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെയായിരുന്നു കല്ലേരി പെട്രോൾ പമ്പിന് സമീപം ബേളൂർ വനമേഖലയിലെ തെരച്ചിൽ. ഇവിടെ നിന്നാണ് ശുചീകരണ തൊഴിലാളി തെളിവിനായി നേരത്തെ തലയോട്ടി കുഴിച്ചെടുത്തത് എന്നാണ് സൂചന. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചായിരിക്കും 13-ാം പോയിന്റിലെ തെരച്ചിൽ. ബംഗളൂരുവിൽ നിന്നാണ് ഭൂഗർഭ റഡാർ എത്തിക്കുന്നത്. കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് സാക്ഷിയുടെ മൊഴി. അതുകൊണ്ട് തന്നെ ഇവിടെ വിശദമായി പരിശോധന നടത്താനാണ് SITയുടെ തീരുമാനം. തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ സ്ഥലത്ത് 24 മണിക്കൂറും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ D ഗാങ്ങിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. 6 മാധ്യമപ്രവർത്തകർക്കാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. മാധ്യമ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളും ഉപകരണങ്ങളും സംഘം നശിപ്പിച്ചു. സംഭവത്തിൽ ഒരാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ധർമ്മസ്ഥല സ്വദേശി സോമനാഥ സഫല്യയാണ് അറസ്റ്റിലായത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 150ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. 7 FIRകളും രജിസ്റ്റർ ചെയ്തു. കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. ജസ്റ്റിസ് ഫോർ സൗജന്യ കൂട്ടായ്മയ്ക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയ കന്നഡ ചാനലിലെ 3 മാധ്യമപ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തു. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KV ബൈജു, ന്യൂസ് 18. കേരളത്തിലെ പൊതുനിരത്തുകൾ ഇപ്പോൾ കൊലക്കളമാകുന്ന കാഴ്ച. നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ യാത്രക്കാർ പരസ്പരം ഏറ്റുമുട്ടുകയും അത് കൊലപാതകത്തിൽ വരെയും കലാശിക്കുന്നതും നിത്യസംഭവമാണ്. വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെങ്കിലും ഫോൺ മുഴക്കിയാലും പ്രശ്നം സൃഷ്ടിക്കുന്നവരുണ്ട്.
മലപ്പുറം തിരൂരിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത് റോഡരികിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ്. തിരൂർ സ്വദേശി തുഫൈലിനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരങ്ങളായ 4 സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വന്തം സഹോദരിയുടെ മുന്നിൽ വെച്ചാണ് തുഫൈലിനെ ക്രിമിനൽ സംഘം ആക്രമിച്ചത്. നിരവധി കേസുകളിലെ പ്രതികളാണ് പിടിയിലായവർ. വ്യാഴാഴ്ച വൈകിട്ടാണ് വാടിക്കലിലുള്ള സഹോദരിയുടെ വീട്ടിലെത്തി മടങ്ങുന്നതിനിടെ തുഫൈലിന് കുത്തേറ്റത്. റോഡരികിൽ വെച്ച് വാക്കുതർക്കമുണ്ടായതിനിടെ പ്രതികൾ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തർക്കത്തിൽ നിന്ന് തുഫൈലിനെ രക്ഷിക്കാൻ സഹോദരി ശ്രമിച്ചെങ്കിലും ഇവരെ തള്ളിമാറ്റി സംഘം ആക്രമിക്കുകയായിരുന്നു. കുത്തേറ്റ് വീണ തുഫൈലിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 27-കാരനായ തുഫൈൽ മത്സ്യത്തൊഴിലാളിയാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകം പോലീസിന് പിടികൂടാൻ സാധിച്ചു. തിരൂർ വാടിക്കൽ സ്വദേശികളും സഹോദരങ്ങളുമായ ഫഹദ, ഫാസിൽ, ഫർഷാദ് എന്നിവരും ഇവരുടെ അടുത്ത ബന്ധു മുനീറുമാണ് കസ്റ്റഡിയിൽ ഉള്ളത്. സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള 4 പേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. തുഫൈലിന് വലതുവാരിയലിന് സമീപം കുത്തേറ്റതാണ് മരണകാരണമെന്ന പ്രാഥമിക പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആഴത്തിലേറ്റ കുത്താണ് മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഉൾപ്പെട്ട 2 പേർക്കായി പോലീസ് അന്വേഷണം നടത്തിവരുന്നുണ്ട്. പ്രതികളെല്ലാം ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചു വരികയാണ്. വധശ്രമം, ചീറ്റിംഗ്, അടിപിടി കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് സഹോദരങ്ങൾ. നാട്ടിൽ സ്ഥിരം തലവേദന സൃഷ്ടിക്കുന്ന സംഘത്തിൻ്റെ മുന്നിൽ തുഫൈൽ എങ്ങനെ അകപ്പെട്ടു എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം തുഫൈലിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് 18 തിരൂർ. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ പൊട്ടിത്തെറിക്കും, പിന്നെ ആരെയും ആക്രമിക്കും, കൊലപ്പെടുത്താൻ പോലും മടിയില്ല. മലയാളിക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റോഡിലും പൊതുസ്ഥലത്തുമെല്ലാം ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ പരിശോധിച്ചാൽ കാരണം നിസ്സാരമായിരിക്കും. മലപ്പുറം കൊളത്തൂരിൽ യുവാവിനെ കാറിടിച്ച് വീഴ്ത്തി വധിക്കാൻ ശ്രമിച്ചത് ഹോട്ടലിൽ വെച്ചുണ്ടായ ചെറിയ വാക്കുതർക്കത്തെ തുടർന്നാണ്. കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊളത്തൂർ സ്വദേശികളായ അബ്ദുൽ ഹക്കീം, നിസാമുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. 2021 രജിസ്റ്റർ ചെയ്ത ഒരു കിഡ്നാപ്പിംഗ് കേസിലെ പ്രതിയാണ് അറസ്റ്റിലായ നിസാമുദ്ദീൻ. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 10:30-യോടെയാണ് കേസിനാസ്പദമായ സംഭവം. അബ്ദുൽ ഹക്കീം എന്ന അമ്മാവൻ ഹക്കീം, സുഹൃത്തായ നിസാമുദ്ദീൻ എന്നിവർ കൊളത്തൂരിൽ പുതുതായി ആരംഭിച്ച ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തി. ആവശ്യപ്പെട്ട ഭക്ഷണം കിട്ടാതായതോടെ മദ്യലഹരിയിലായിരുന്ന ഇരുവരും ഹോട്ടലിലെ ഒരു സ്റ്റാഫുമായി വാക്കുതർക്കമുണ്ടായി. ഈ സമയം അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മറ്റൊരു യുവാവും പ്രശ്നത്തിലിടപെട്ടു. അബ്ദുൽ ഹക്കീം യുവാവിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു. ഇതറിഞ്ഞ് തൊട്ടപ്പുറത്തെ ക്ലബിലിരിക്കുകയായിരുന്ന യുവാവിന്റെ ബന്ധുവും സുഹൃത്തും ഹക്കീമുമായി സംസാരിക്കാൻ ചെന്ന് വാക്കുതർക്കമുണ്ടായി. കൊളത്തൂർ കുറുപ്പത്താൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇവർ തമ്മിൽ അടിപിടിയുണ്ടാവുകയും ചെയ്തു. തുടർന്ന് അബ്ദുൽ ഹക്കീം തന്റെ കാർ വേഗത്തിൽ ഓടിച്ചുപോയി പിന്നീട് തിരിച്ചു വന്ന് തന്നോട് പ്രശ്നമുണ്ടാക്കിയ ആളുകളെ 2 തവണ മനഃപൂർവ്വം ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ 2 പേർക്ക് പരിക്കുപറ്റി. ദേഹത്ത് ചതവുകളും മുറിവുകളുമുണ്ട്. യുവാവിന്റെ പരാതി പ്രകാരം കേസ് കൊളത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്തു. SP R വിശ്വനാഥ് IPS നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത്, CI സുമേഷ് സുധാകരൻ, SI ഷിജോസി തങ്കച്ചൻ, കൊളത്തൂർ SI റാഫേൽ, ഡാൻസ് ഓഫ് ടീം എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. സംഭവത്തിന് ശേഷം വയനാട്ടിലേക്ക് രക്ഷപ്പെട്ട പ്രതികളെ മീനങ്ങാടിയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. പ്രതികൾക്ക് രക്ഷപ്പെടാനും ഒളിവിൽ താമസിക്കാനും സൗകര്യം ചെയ്തു കൊടുത്ത 2 പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹക്കീമിന്റെ പേരിൽ കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി മണൽക്കടത്ത് കേസുകളും നിസാമുദ്ദീന്റെ പേരിൽ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ കിഡ്നാപ്പിംഗ് കേസുമുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഭാര്യയിലും ഭർത്താവിലും മാത്രം ഒതുങ്ങുന്നതല്ല. പലപ്പോഴും മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ അതിൻ്റെ ഇരകളാകുന്നുണ്ട്. കോഴിക്കോട് കൊടിയത്തൂരിൽ
വീട്ടിൽ കയറി യുവാവ് അതിക്രമം കാട്ടിയത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ്. മുക്കം സ്വദേശി സ്വലൂബാണ് 2.5 വയസ്സുള്ള കുഞ്ഞിനെ അടക്കം ആക്രമിച്ചത്. കൊടിയത്തൂർ കാരക്കുറ്റി സ്വദേശി മുഹമ്മദ് റിസാൽ, ഭാര്യ ഫസീല, 2.5 വയസ്സുകാരൻ അലീൽ ജവാദ് എന്നിവർക്ക് സാരമായി പരിക്കുണ്ട്. ആക്രമണം നടത്തിയ സ്വലൂബിൻ്റെ ബന്ധുവാണ് അതിക്രമത്തിന് ഇരകളായ കുടുംബം. ഇവരുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുക്കം കൊടിയത്തൂരിൽ ബന്ധുവായിരുന്ന ആളെയാണ് വീട്ടിൽ കയറി ആക്രമിച്ചത്. സഹോദരിയുമായി വിവാഹബന്ധം വേർപിരിഞ്ഞ ആളെയും ബന്ധുക്കളെയുമാണ് സ്വലൂബ് എന്നയാൾ ആക്രമിച്ചത്. സ്വലൂബിന്റെ സഹോദരിയുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടന്നുവരികയായിരുന്നു. അതിനിടെ ജുമാ നമസ്കാരത്തിനു ശേഷം പള്ളിയിൽ വെച്ച് സഹോദരിയുടെ ഭർത്താവായിരുന്ന അസ്ലമിന്റെ സഹോദരി ഭർത്താവ് റിസാലും സ്വലൂബുമായി വാക്തർക്കമുണ്ടായി. കേസ് നടത്തി വിവാഹമോചനം നേടാൻ അസ്ലമിനെ സഹായിച്ചെന്ന പേരിലാണ് റിസാലുമായി സ്വലൂബ് വഴക്കിട്ടത്. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പള്ളിയിലെത്തിയവരും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും പിടിച്ചുമാറ്റുകയായിരുന്നു. പിന്നീട് സ്വലൂബ് മറ്റു ചിലരുമായി വീട്ടിലെത്തി അതിക്രമം കാണിച്ചെന്നാണ് പരിക്കേറ്റ റിസാലിന്റെ പരാതി. വരുന്ന സമയത്ത് അടിക്കുകയും പിന്നെയാണ് ആ നാട്ടുകാരൊക്കെ കൂടെ പിടിച്ച് മാറ്റി പിന്നെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലേക്ക് വീട്ടിൽ അതിക്രമിച്ചു കയറി ഇവർ മർദ്ദിച്ചുവെന്നും റിസാൽ പരാതിപ്പെടുന്നു. കൊടിയത്തൂർ കാരക്കുറ്റി സ്വദേശിയായ മുഹമ്മദ് റിസാലിനും ഭാര്യ ഫസീലയ്ക്കും മാത്രമല്ല 2.5 വയസ്സുകാരൻ അലീൽ ജവാദിനും ആക്രമണത്തിൽ പരിക്കേറ്റു. വീട്ടിൽ കയറി ആക്രമിക്കുന്നത് കണ്ടെത്തിയ നാട്ടുകാർ ഇവരെ പിടിച്ചുമാറ്റിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും ഇവർ പറയുന്നു. ന്യൂസ് 18 മുക്കം. സ്കൂളിൽ സൈക്കിൾ ചെയിനും മാരകായുധങ്ങളുമായി എത്തുന്ന വിദ്യാർത്ഥികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ സഹപാഠികളെ ആക്രമിക്കാനും കൊല്ലാനും മടിക്കാത്ത കുട്ടിക്കുറ്റവാളികൾ. തിരുവനന്തപുരം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺസുഹൃത്തിനെ കളിയാക്കിയെന്ന് ആരോപിച്ചാണ് +2 വിദ്യാർത്ഥിയെ സഹപാഠി ക്രൂരമായി മർദ്ദിച്ചത്. സൈക്കിൾ ചെയിൻ കൊണ്ടുള്ള ആക്രമണത്തിൽ കല്ലമ്പലം സ്വദേശി അഫാന്റെ തലയ്ക്കും കൈക്കും സാരമായി പരിക്കേറ്റു. കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് കുട്ടിയുടെയും രക്ഷിതാവിൻ്റെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തി. വിദേശത്ത് ജോലി ചെയ്യുന്ന അഭിഭാഷകനായ നിഷാദിന്റെയും ഷെറിന്റെയും മകൻ അഫാനാണ് മർദ്ദനമേറ്റത്. ക്ലാസ് മുറിയിൽ വച്ചായിരുന്നു മർദ്ദനം. സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ കുട്ടിയുടെ തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റു. സൈക്കിൾ ചെയിൻ ചുരുട്ടി തലയിലിടിക്കുന്നതിനിടെ തടഞ്ഞപ്പോഴാണ് കൈക്ക് പരിക്കേറ്റത്. കൈയുടെ അസ്ഥി 2ആയി ഒടിഞ്ഞു. തലയുടെ വിവിധ ഭാഗങ്ങളിൽ ഗുരുതരമായ ചതവുകളുമുണ്ടായി. ഇടിയേറ്റ് വായിൽ നിന്നും രക്തമൊഴുകി. ഛർദിയുമുണ്ടായി. കുട്ടിയെ ആദ്യം വർക്കല താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ശസ്ത്രക്രിയയ്ക്കും വിദഗ്ധ ചികിത്സയ്ക്കുമായി കല്ലമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സ്കൂളിലെ PTA പ്രസിഡന്റിന്റെ മകനാണ് പരിക്കേറ്റ കുട്ടി. ആക്രമണ വിവരം സ്കൂൾ അധികൃതർ വിദ്യാർത്ഥിയുടെ വീട്ടുകാരെ അറിയിക്കുകയോ പോലീസിൽ വിവരം അറിയിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പരാതിയുണ്ട്. വിദ്യാർത്ഥി പരിക്കേറ്റ് ക്ലാസ് മുറിയിൽ അവശനിലയിലായ വിവരം മറ്റു കുട്ടികൾ അറിയിച്ചെങ്കിലും പ്രിൻസിപ്പൽ പ്രതികരിച്ചില്ലെന്നും ആരോപണമുണ്ട്. തുടർന്ന് പരിക്കേറ്റ വിദ്യാർത്ഥി തന്നെ ഓഫീസ് മുറിയിൽ ചെല്ലുകയായിരുന്നുവെന്ന് മാതാവ് പറഞ്ഞു. സ്കൂൾ അധികൃതർ പോലീസിന് വിവരമറിയിക്കാതെ മറച്ചുവെച്ചുവെന്നും ആരോപണമുണ്ട്. സംഭവം ഇന്നലെയാണ് നടന്നത്. കൂടെ പഠിക്കുന്ന സുഹൃത്ത് തന്നെയാണ് സൈക്കിൾ ചെയിൻ വെച്ചാണ് എന്നെ മർദ്ദിച്ചത്. പിന്നെ ആ സമയത്ത് ടീച്ചേഴ്സായാലും ആരും ഇടപെട്ടൊന്നുമില്ല. പിന്നെ വലിയ പ്രതികരണമൊന്നുമില്ല സ്കൂളിൽ നിന്ന്. ആശുപത്രി അധികൃതർ വിവരമറിയിച്ചതനുസരിച്ചാണ് കല്ലമ്പലം പോലീസ് എത്തി കുട്ടിയുടെ മൊഴിയെടുത്തത്. രക്ഷിതാവിന്റെയും അധ്യാപകരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. ന്യൂസ് 18 ആറ്റിങ്ങൽ. രാവിലെ 11:30 ഒരു മാപ്പപേക്ഷ ഫേസ്ബുക്കിൽ കണ്ടതാണ്. നടൻ വിനായകൻ നന്നായി, നല്ല പുള്ളിയായെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ തൊട്ടു പിന്നാലെയാണ് മനസ്സിലായത് അതൊരു പൂരപ്പാട്ടിൻ്റെ തുടക്കമാണെന്ന്. ഇത്തവണ വിനായകൻ്റെ അസഭ്യവർഷത്തിന് ഇരയായത് ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെ ന്യൂസ് 18 കേരള ചാനലിനും അപർണയ്ക്കുമെതിരെ അസഭ്യവർഷവുമായി നടൻ വിനായകൻ ഫേസ്ബുക്കിൽ രംഗത്തെത്തി. കേട്ടാൽ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള വിനായകൻ്റെ അശ്ലീല പോസ്റ്റിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് കേരള പത്രപ്രവർത്തക യൂണിയൻ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്.
അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും പച്ചത്തെറി വിളിച്ച വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് അപർണ കുറുപ്പ് വീഡിയോ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അപർണ കുറുപ്പിന്റെ ചിത്രം പങ്കുവച്ച വിനായകൻ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിനും ന്യൂസ് 18 ചാനൽ മേധാവികൾക്കും മറുപടി ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. കൃത്യം 11:39 സോറി എന്ന് മാത്രം വിനായകൻ ഫേസ്ബുക്കിൽ എഴുതി. വൈകാതെ അധിക്ഷേപ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിനും ന്യൂസ് 18 ചാനൽ മേധാവികൾക്കുമെതിരെയായിരുന്നു പോസ്റ്റ്. ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥമറിയാത്ത ചാനലുകൾ എന്ന് തുടങ്ങുന്ന പോസ്റ്റിൽ പുലഭ്യം എങ്ങനെ അസഭ്യമാകുമെന്നാണ് വിനായകന്റെ ചോദ്യം. വിനായകന്റെ അധിക്ഷേപ പോസ്റ്റിനെ വിമർശിച്ച് ഒട്ടേറെ പേരാണ് രംഗത്തെത്തിയത്. വിമർശനമാകാം, എന്നാൽ അതിന് മാന്യമായ ഭാഷ ഉപയോഗിക്കണമെന്നായിരുന്നു കമന്റുകളിലേറെയും. ജാതീയമായി പറഞ്ഞ് ഏതറ്റവും വരെ പോകുന്ന രീതി വിനായകൻ ഒഴിവാക്കണമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. വിനായകൻ തൊട്ടുമുൻപ് പങ്കുവച്ച മാപ്പ് അഡ്വാൻസായി പറഞ്ഞതാണോ എന്നും കമന്റുകൾ ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ അസഭ്യവർഷം ചൊരിയുന്ന വിനായകനെ സമൂഹം പുച്ഛിച്ചു തള്ളുമെന്നും അപർണ കുറുപ്പ് മറുപടി നൽകി. സ്ത്രീകളെ കാണുമ്പോൾ നഗ്നതാ പ്രദർശനം നടത്തുന്ന ഞരമ്പ് രോഗികളോടും തെരുവിൽ നിന്ന് പച്ചത്തെറി വിളിച്ചു പറയുന്നവർക്കുമൊക്കെ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ലൈംഗികാവയവങ്ങളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞ് ഇവർ നടത്തുന്ന അസഭ്യം കേൾക്കുമ്പോൾ പേടിച്ച് മിണ്ടാതെ സ്ത്രീകൾ മാറിപ്പോകും. ആ കാലം പക്ഷേ കഴിഞ്ഞു പോയിരിക്കുന്നു വിനായക. മാധ്യമപ്രവർത്തകരെ സ്ത്രീ ശരീരങ്ങളെന്ന് എടുത്തു പറയാൻ ഉത്സാഹം കാണിക്കുന്ന നിങ്ങൾ ദളിത് വിഭാഗത്തിനു വേണ്ടി ഒരു സമരവും നടത്തിയിട്ടുമില്ല, നടത്തുന്നുമില്ല. സ്ത്രീക്കെതിരെ പരസ്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വൃത്തികേട് പറയുമ്പോൾ അതിനെതിരെ ഉയരുന്ന സമൂഹ പ്രതിഷേധങ്ങളെ മറികടക്കാമെന്നുള്ള വ്യാമോഹം മാത്രമാണ് ജാതി എടുത്തെടുത്ത് പറഞ്ഞുള്ള നിങ്ങളുടെ ഇരവാദം. നല്ല കലാകാരനാണ് താങ്കൾ. കമ്മട്ടിപ്പാടവും ജയിലറും പോലെയുള്ള സിനിമകളിലെ നിങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ ഞാനടക്കമുള്ള മാധ്യമരംഗത്തെ സ്ത്രീ ശരീരങ്ങൾ തിയേറ്ററുകളിൽ പോയി കണ്ടതാണ്, പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷേ അതിനർത്ഥം ആ പ്രിവിലേജ് കൊണ്ട് നിങ്ങൾ പറയുന്ന അശ്ലീലത്തെ പുരോഗമനമെന്ന് കരുതുമെന്നോ കേട്ട് പേടിച്ച് മിണ്ടാതിരിക്കുമെന്നോ അല്ല. ഇനിയും വിമർശിക്കും. ആവശ്യമെങ്കിൽ ഷോക്ക് ചികിത്സ തന്നെ നൽകണമെന്ന് പറയുകയും ചെയ്യും. അപർണ കുറുപ്പിനെയും മാധ്യമപ്രവർത്തകരെയും ഒന്നാകെ അവഹേളിച്ച വിനായകനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ DGPക്ക് പരാതി നൽകി. യേശുദാസും അടൂർ ഗോപാലകൃഷ്ണനുമെതിരെ മാത്രമല്ല പ്രമുഖർക്കെതിരെയും വിനായകൻ മുൻപും സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പട്ടിക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും സിനിമ എടുക്കാൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വഴി 1.5 കോടി രൂപ നൽകുന്നതിനു മുൻപ് തീവ്ര പരിശീലനം നൽകണമെന്ന അടൂരിന്റെ വാക്കുകൾ വൻ ചർച്ചയായിരുന്നു. ഈ വിഷയത്തിലാണ് അടൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി വിനായകൻ രംഗത്തെത്തിയത്. വെള്ളയിട്ട് പറഞ്ഞാൽ യേശുദാസ് പറഞ്ഞത് അസഭ്യമാകാതിരിക്കുമോ എന്നും ജുബ്ബയിട്ട് ചെയ്താൽ അടൂർ അസഭ്യമാകാതെ ഇരിക്കുമോ എന്നും ചോദിച്ചായിരുന്നു വിനായകന്റെ പോസ്റ്റ്. സ്ത്രീകൾ ജീൻസോ ലെഗിൻസോ ഇടുന്നതിനെ അസഭ്യമായി ചിത്രീകരിച്ച യേശുദാസ് പറഞ്ഞത് അസഭ്യമല്ലേ? സിനിമകളിലൂടെ സ്ത്രീ ശരീരത്തെ അസഭ്യ നോട്ടം നോക്കിയ ആളല്ലേ അടൂർ? സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ചമലയാളത്തിൽ തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യുമെന്നും വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ എവിടെ? അയാൾക്കെതിരെ കേസെടുത്തിട്ടും പോലീസ് എന്തുകൊണ്ടാണ് ഇതുവരെയും വേടനെ പിടികൂടാത്തത്? പ്രതിക്ക് സംസ്ഥാനം വിടാനുള്ള സാഹചര്യം പോലീസ് തന്നെ ഒരുക്കിയതാണോ? കൊച്ചിയിലെ സംഗീത പരിപാടി മാറ്റിവെച്ചതോടെയാണ് വേടൻ മുങ്ങിയെന്ന് പോലീസിന് തിരിച്ചറിവുണ്ടായത്. ഇതോടെ പ്രതിയെ തേടി പോലീസ് സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും മുൻപ് അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. കോടതിയിൽ വേടന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ടെങ്കിലും കേസന്വേഷണത്തിൽ ഒരിളവും വേണ്ടെന്നാണ് പോലീസിന്റെ തീരുമാനം. സാധാരണ മുൻകൂർ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോൾ അതിന്റെ തീരുമാനം വരാൻ അന്വേഷണ സംഘം കാത്തിരിക്കാറുണ്ട്. എന്നാൽ ഗുരുതര സ്വഭാവമുള്ള കേസായതിനാൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. വേടന്റെ ജാമ്യാപേക്ഷയെ കോടതിയിൽ പോലീസ് ശക്തമായി എതിർക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു.
ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ കേസിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുകയാണ്. പരാതിയിൽ പറയുന്നവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നു. വിവാഹ വാഗ്ദാനം നൽകി മാനഭംഗപ്പെടുത്തിയെന്ന ഡോക്ടറായ യുവതിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടികൾ. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും ഇപ്പോൾ തെറ്റായ ആരോപണം ഉന്നയിക്കുകയാണെന്നുമാണ് വേടന്റെ വാദം. തന്നെ അപകീർത്തിപ്പെടുത്താൻ ഒരു സംഘം ആളുകൾ നടത്തുന്ന സംഘടിത ശ്രമത്തിന്റെ ഭാഗമാണ് പരാതിയെന്ന് വേടന്റെ ഹർജിയിൽ പറയുന്നു. പീഡന പരാതി നൽകുമെന്ന ഭീഷണി സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്കും മാനേജർക്കും ഫോണിൽ ലഭിക്കുന്നുണ്ടായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസ് മാനഭംഗത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയതാണ്. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് വേടന്റെ ഹർജിയിലെ പ്രധാന വാദങ്ങൾ. ഹർജിയിൽ സർക്കാരിന്റെ വിശദീകരണം തേടിയ കോടതി 18-നാണ് കേസ് പരിഗണിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഒടുവിൽ എനിക്ക് നീതി കിട്ടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ ഈരയുടെ ഈ വാക്കുകളിൽ സന്തോഷമല്ല, ഒരാശ്വാസമാണ്. ആ യുവതിയുടെ നിരന്തരമായ സമര പോരാട്ടത്തിന് ശേഷമാണ് പ്രതിയായ ജീവനക്കാരനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നത്. പ്രതിയായ അറ്റൻഡർ AM ശശീന്ദ്രനെ പിരിച്ചുവിട്ടതായി അറിയിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉത്തരവിറക്കി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിലാണ് അറ്റൻഡർ AM ശശീന്ദ്രനെ പിരിച്ചുവിട്ടത്. ശശീന്ദ്രനെ പിരിച്ചുവിടാനുള്ള ശുപാർശ മെഡിക്കൽ കോളേജ് ഭരണനിർവഹണ വിഭാഗം നൽകിയിരുന്നു. ആശുപത്രിയിലെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ഇയാളെ പുറത്താക്കി ഉത്തരവിടുകയായിരുന്നു. നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ICU കേസിലെ അതിജീവിത പറഞ്ഞു. തന്റെ പോരാട്ടം വിജയം കണ്ടുവെന്നും എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയായിരുന്നു പോരാട്ടമെന്നും അതിജീവിത പറഞ്ഞു. ചെറുതാണെങ്കിലും അതിലൊരു സന്തോഷമുണ്ട്. ഇനി അതുപോലെ തന്നെ ഡോക്ടർ പ്രീതിക്കെതിരെയും നഴ്സിംഗ് സൂപ്രണ്ടിനൊക്കെ എതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിലും ഇതുപോലെ ഒരു നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരെല്ലാവരും സംരക്ഷിക്കുക തന്നെയാണല്ലോ ചെയ്തത്. ഡോക്ടർ പ്രീതി റിപ്പോർട്ട് മാറ്റി എന്നുള്ളത് തന്നെ നമ്മൾ ഒരു 13 ദിവസം അവിടെ സമരത്തിൽ ഇരുന്ന് ആ റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷമല്ലേ അതിൽ അവർ വീഴ്ച വരുത്തിയിട്ടുള്ളത് തെളിഞ്ഞത്. അപ്പം അതെന്തായാലും അവർക്കെതിരെ ഒരു നടപടി ആവശ്യമാണല്ലോ. ഒരുപാട് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നടപ്പിലാകില്ലെന്ന് അവർ കരുതി. പിന്നെ ഇപ്പോൾ അവർക്കെതിരെ നടപടിയെടുത്തു. 2023 മാർച്ച് 18-നാണ് തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിൽ അർദ്ധബോധാവസ്ഥയിലായിരുന്ന യുവതിയെ വടകര സ്വദേശിയും ആശുപത്രി ജീവനക്കാരനുമായിരുന്ന K ശശീന്ദ്രൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവതിയെ സ്ത്രീകളുടെ സർജിക്കൽ ICUവിൽ പ്രവേശിപ്പിച്ചപ്പോഴായിരുന്നു സംഭവം. സർജിക്കൽ ICUവിൽ യുവതിയെ കൊണ്ടുവന്ന ശേഷം മടങ്ങിയ അറ്റൻഡർ കുറച്ചു സമയം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഈ സമയത്ത് മറ്റൊരു രോഗിയുടെ സ്ഥിതി ഗുരുതരമായതിനാൽ ജീവനക്കാരെല്ലാം അവിടെയായിരുന്നു. അപ്പോഴായിരുന്നു പീഡനം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മയക്കം പൂർണ്ണമായി മാറാത്ത യുവതി പിന്നീടാണ് ബന്ധുക്കളോട് വിവരം പറഞ്ഞത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നിരവധി തവണ പ്രക്ഷോഭങ്ങൾ നടത്തിയ ശേഷമാണ് സംഭവത്തിൽ കേസെടുത്തതും അന്വേഷണം നടത്തിയതും. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. സംഭവത്തിനു ശേഷം അതിജീവിത നിരന്തരം നിയമ പോരാട്ടത്തിലായിരുന്നു. കുന്നമംഗലം കോടതിയിൽ കേസിന്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. മകൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ദുസ്വപ്നങ്ങൾ കണ്ടുണരുകയാണ്. അയർലൻഡിൽ വംശീയാധിക്ഷേപത്തിനിരയായ മലയാളി പെൺകുട്ടിയുടെ അമ്മയുടെ വാക്കുകളിൽ തന്നെ ഭയം നിഴലിക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകൂവെന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു അയർലൻഡ് വംശജരായ 5-അംഗ സംഘം 6 വയസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ചത്. സ്വകാര്യ ഭാഗങ്ങളിലെ മുഖത്തും ഇടിക്കുകയും മുടിയിൽ പിടിച്ചു വലിക്കുകയും ചെയ്തെന്നാണ് പരാതി. അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് കൗമാരക്കാരായ അയർലൻഡ് വിദ്യാർത്ഥികൾ കോട്ടയം സ്വദേശിനിയായ പെൺകുട്ടിക്ക് നേരെ വംശീയാധിക്ഷേപം നടത്തിയത്.
കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മലയാളി ബാലികയ്ക്ക് നേരെ അയർലൻഡ് വംശജരായ വിദ്യാർത്ഥികൾ വംശീയാധിക്ഷേപം നടത്തിയത്. കോട്ടയം സ്വദേശിനിയായ അമ്മ ഇളയ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനായി അകത്തേക്ക് പോയ സമയത്തായിരുന്നു സംഭവം. വീടിന് പുറത്ത് കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ 6 വയസ്സുകാരിയെ 12നും 14നും ഇടയിൽ പ്രായമുള്ള 5 ആൺകുട്ടികൾ ചേർന്നാണ് അധിക്ഷേപിച്ചത്. ഇവർ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലും മുഖത്തും ഇടിക്കുകയും മുടിയിൽ പിടിച്ചു വലിക്കുകയും ചെയ്തതായും ആരോപണമുണ്ട്. സംഭവത്തിന് ശേഷം സംഘം സൈക്കിളിൽ മടങ്ങി. 8 വർഷമായി വാട്ടർഫോർഡിൽ നഴ്സായി ജോലി ചെയ്യുകയാണ് പെൺകുട്ടിയുടെ മാതാവ് അനുപമ അച്യുതാനന്ദൻ. സ്വന്തം വീടിന് മുന്നിൽ പോലും തങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നില്ലെന്ന് അനുപമ പറഞ്ഞു. മകളെ ആക്രമിച്ചവർക്കെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അക്രമികളായ കുട്ടികളെ ശിക്ഷിക്കരുത്, പകരം കൗൺസിലിംഗ് നൽകണമെന്നും അമ്മ അനുപമ വ്യക്തമാക്കി. I'm really scared and so sad, and I'm not feeling safe even at my home. I don't have any words to explain. The only thing I wasn't able to protect my daughter at that time. I am not getting much support. That's what I believe. After the incident the gang who punched her, they were telling, go back to India, something like that, dirty Indian, go back. That was so upsetting. I didn't realize I didn't belong here. That's so upsetting. കോട്ടയത്തു നിന്നുള്ള ദമ്പതികളുടെ മകളായ നിയ നവീൻ തെക്ക് കിഴക്കൻ അയർലൻഡിലെ വാട്ടർഫോർഡ് സിറ്റിയിലുള്ള വീടിന് വെളിയിൽ രാവിലെ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് 12 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾ സംഘം ആക്രമിച്ചത്. വംശീയാക്രമണമാണ് ഉണ്ടായത്. ജനുവരിയിലാണ് വാട്ടർഫോർഡ് സിറ്റിയിലേക്ക് കുടുംബം താമസത്തിനെത്തിയത്. അക്രമികളായ കുട്ടികളെ താൻ കണ്ടെന്നും അവർ തന്നെ തുറിച്ചു നോക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തെന്നും അനുപമ പറഞ്ഞു. അയർലൻഡിൽ അടുത്തിടെയായി ഇന്ത്യക്കാർക്കെതിരെ വംശീയ ആക്രമണങ്ങൾ കൂടുന്നുണ്ട്. ഡബ്ലിൻ പ്രാന്തപ്രദേശമായ ടാലയിൽ കൗമാരക്കാരായ സംഘം 40 വയസ്സുള്ള ഒരു ഇന്ത്യക്കാരനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ജൂലൈ 19 മുതൽ ഡബ്ലിനിൽ ഇന്ത്യൻ വംശജരായ വ്യക്തികൾക്കെതിരെ കുറഞ്ഞത് 3 ആക്രമണങ്ങൾ എങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വംശജർ ജാഗ്രത പുലർത്തണം എന്ന അയർലൻഡിലെ ഇന്ത്യൻ എംബസി മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. വിവിധ ജില്ലകളിലായി നടന്ന വ്യാപക റെയ്ഡിൽ ക്രമക്കേട് കണ്ടെത്തി. ഇടനിലക്കാരിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും വിജിലൻസ് സംഘം ലക്ഷങ്ങളാണ് പിടിച്ചെടുത്തത്. 19 ഉദ്യോഗസ്ഥരിൽ നിന്നും UPI ഇടപാടുകൾ നടത്തിയ 10 ലക്ഷത്തോളം രൂപ വിജിലൻസ് കണ്ടെടുത്തു. 72 സബ് രജിസ്ട്രാർ ഓഫീസുകളിലാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്ന പേരിൽ റെയ്ഡ് നടന്നത്. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആധാരമെഴുത്തുകാർ മുഖേനയും നേരിട്ടും ഉദ്യോഗസ്ഥർ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നതായി വിജിലൻസിൽ ലഭിച്ച പരാതികളുടെയും രഹസ്യ വിവരത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു മിന്നൽ പരിശോധന. പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാനായി എത്തിയ 15 ഏജന്റുമാരിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിടിച്ചെടുത്തു. 7 സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ റെക്കോർഡ് റൂമുകളിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലും പണം കണ്ടെത്തി. കൂടുതൽ പണം ഓൺലൈൻ വഴി കൈമാറിയതിന് തെളിവ് ലഭിച്ചു. 19 ഉദ്യോഗസ്ഥർ വിവിധ ആധാരമെഴുത്തുകാരിൽ നിന്നും UPI ഇടപാടുകളിലൂടെ 9,65,905 രൂപ കൈക്കൂലി കൈപ്പറ്റിയതായും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ഏറ്റവും കൂടുതൽ ക്രമക്കേട് കണ്ടെത്തിയതും കൈക്കൂലി പണം പിടികൂടിയതും കാസർഗോഡ് നിന്നാണ്. നിലമ്പൂർ സബ് രജിസ്റ്റർ ഓഫീസിൽ ഉപയോഗിക്കാത്ത പുസ്തകങ്ങളിൽ നിന്നുമാണ് പണം കണ്ടെത്തിയത്. ഇതിൽ മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്തു. 2,78,300 രൂപയാണ് പിടിച്ചെടുത്തത്. UPI ഇടപാടുകളിലൂടെ നിലവിൽ കണ്ടെത്തിയതിനു പുറമെ കൂടുതൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാകാമെന്നാണ് വിജിലൻസിന്റെ നിഗമനം. ഇതിനായി ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടുകളും ഫോണുകളും കൂടുതൽ പരിശോധിക്കും. സംസ്ഥാനത്തെ 72 രജിസ്റ്റർ ഓഫീസുകളിലായിരുന്നു ഇന്നലെ പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് വിജിലൻസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം.
ഇടുക്കി ചിന്നക്കനാലിൽ ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയായിരുന്ന യുവതിയുടെ പണമടങ്ങിയ പേഴ്സ് തട്ടിയെടുത്ത കേസാണ് പോലീസ് പെട്രോളിൽ പരിശോധിക്കുന്നത്. പേഴ്സ് പിടിച്ചുപറിച്ച ശേഷം സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. ഒടുവിൽ കള്ളനെ പോലീസ് പിടികൂടി. എറണാകുളം ഇടപ്പള്ളി സ്വദേശി ആരിഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പണയം വെച്ച സ്വർണം തിരികെ എടുക്കാൻ പണവുമായി ചിന്നക്കനാലിലേക്ക് വന്നതായിരുന്നു യുവതി. 30,000 രൂപയാണ് പേഴ്സിലുണ്ടായിരുന്നത്. ഓട്ടോയുടെ സൈഡിൽ ഇരിക്കുകയായിരുന്ന യുവതിയുടെ സമീപം എത്തിയ ആരിഷ് പേഴ്സ് തട്ടിയെടുത്ത ശേഷം സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു. സംഭവം നടന്ന ഉടൻ തന്നെ ശാന്തൻപാറ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് സ്കൂട്ടർ കടന്നുപോയ മേഖലകളിൽ നിന്നും CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട് തേനിയിലേക്കായിരുന്നു പ്രതി കടന്നത്. തേനിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയതും. മോഷ്ടിച്ച പണത്തിൽ 26,000 രൂപയും കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കുട്ടികളെ സംരക്ഷിക്കേണ്ടവർ തന്നെ അവരെ വകവരുത്താൻ നോക്കുന്ന, കുരുതി കൊടുക്കുന്ന സംഭവങ്ങൾ. ആലപ്പുഴയിലും കൊല്ലത്തും കുട്ടികളുടെ ജീവിതം ഇരുട്ടിലാക്കിയത് അച്ഛനും രണ്ടാനച്ഛനും രണ്ടാനമ്മയുമാണെങ്കിൽ കൊച്ചിയിൽ അമ്മൂമ്മയുടെ കാമുകനാണ് വില്ലനായത്. 14 വയസ്സുകാരനെ അമ്മൂമ്മയുടെ കാമുകൻ ഭീഷണിപ്പെടുത്തി ലഹരിക്ക് അടിമയാക്കിയെന്ന് പരാതി. അമ്മൂമ്മ തൻ്റെ സുഹൃത്തെന്ന പേരിൽ കാമുകനെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. അമ്മയും അമ്മൂമ്മയും ജോലിക്ക് പോകുന്ന സമയത്താണ് ഇയാൾ കുട്ടിക്ക് കഞ്ചാവ് കൊടുത്തു തുടങ്ങിയത്. ലഹരി കടത്താനും ആവശ്യക്കാർക്ക് എത്തിക്കാനും തന്നെ ഉപയോഗിച്ചിരുന്നുവെന്ന് 14-കാരൻ വെളിപ്പെടുത്തി. കുട്ടി പലപ്പോഴും വീട്ടിൽ ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും എന്താണ് കാരണമെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന് അമ്മ പറയുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ അമ്മൂമ്മയും കാമുകനും ഒളിവിലാണിപ്പോൾ. ചെറുപ്പത്തിൽ കുട്ടികളുടെ മനസ്സിനും ശരീരത്തിനും ഏൽക്കുന്ന മുറിവ് അവരുടെ ഭാവി ജീവിതത്തെ പോലും ബാധിക്കാം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സമൂഹം ചേർത്ത് നിർത്തണം, അവരുടെ സംരക്ഷണം ഉറപ്പാക്കണം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.